ലേണേഴ്സ് ബഡ്ഡിയിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പാഠം 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ദ കാസ്റ്റവേ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹം 1861 ജനിച്ചു, 1941 അന്തരിക്കുകയും ചെയ്തു. ഇദ്ദേഹം ഒരു ബംഗാളി റൈറ്ററാണ്. ഹിസ് എ ബംഗാളി റൈറ്റർ. അദ്ദേഹം ഒരു ബംഗാളി റൈറ്ററാണ്. ഹു റീഷേപ്ഡ് ബംഗാളി ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക് ആസ് വെൽ. അദ്ദേഹം ബംഗാളി സാഹിത്യത്തെയും അതുപോലെ തന്നെ സംഗീതത്തിനും പുതിയ രൂപം നൽകിയ ആളാണ്. ഹി ബിക്കേം ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു വിൻ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അദ്ദേഹം നോബൽ പ്രൈസ് നേടിയ, സാഹിത്യത്തിൽ നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ നോൺ യൂറോപ്യനാണ്. അദ്ദേഹത്തിൻ്റെ സെലിബ്രേറ്റഡ് വർക്കാണ് ഗീതാഞ്ജലി. മറ്റു വർക്കുകൾ ദ ഗോൾഡൻ ബോട്ട്, കാബൂളിവാല, ദ പോസ്റ്റ് ഓഫീസ്, ദ ബ്രോക്കൺ നെസ്റ്റ് എന്നിവയൊക്കെയാണ്. ദിസ് ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ഹിസ് ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗം, അത് ആത്മകഥയുടെ ഭാഗം മൈ ബോയ്ഡ് ഡേയ്സ് എന്നാണ്. അതിൽ നടത്തിയിരിക്കുന്നതാണ് ഈ ചെറുകഥ. നമുക്ക് നേരെ പാഠത്തിലേക്ക് കിടക്കാം. ദ കാസ്റ്റവേ. കാസ്റ്റവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് ഛേദം അല്ല, കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആളെയാണ് കാസ്റ്റവേ എന്ന് പറയുന്നത്. The battle of the gods and demons began in the evening. The battle of the gods and demons. ഈശ്വരന്മാരും ചെകുത്താന്മാരും തമ്മിലുള്ള ആ സമരം, ആ യുദ്ധം, ഇറ്റ് ബിഗാൻ ഇൻ ദി ഈവനിങ്. അത് വൈകുന്നേരമാണ് തുടങ്ങിയത്. ദ റോറിങ് സ്റ്റോം, അലറി വിളിക്കുന്ന കൊടുങ്കാറ്റ്. ദ പോറിങ് റെയിൻ, അതിശക്തമായി പെയ്യുന്ന മഴ. ദ ബഡ്ജനിങ് തണ്ടർ, ഗതാഘാതം പോലെ ഭയങ്കര ശബ്ദമുള്ള ഇടിവെട്ട്. ദ ലൈറ്റ്നിങ്, ഭയങ്കരമായിട്ടുള്ള മിന്നൽ, ഇടിമിന്നൽ. ആൻഡ് ദ ബ്ലാക്ക് ക്ലൗഡ്സ്, കറുത്തിരുണ്ട കാർമേഘങ്ങൾ. ഓൾ ടുക്ക് ദർ പാർട്ട്. ഇവരെല്ലാവരും ഈ യുദ്ധത്തിൽ അവരവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചു. ദി ഗാഞ്ചസ് വാസ് ഫ്യൂറിയസ്. ഗംഗ ഭയങ്കരമായി കോപാകുലിയായിരുന്നു. ആൻഡ് വൺ കുഡ് ഹിയർ നേച്ചർ സ്ക്രീംസ്. പ്രകൃതിയുടെ അലർച്ച നമുക്ക് കേൾക്കാം, ഓരോരുത്തർക്കും കേൾക്കാം. അവയുടെ നിശ്വാസം കേൾക്കാം, സൈസ് കേൾക്കാം, ഗ്രോൺസ് കേൾക്കാം, ആർത്തനാദം. എവരിവെയർ, എല്ലായിടത്തും ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കാം. ഇൻ വൺ ഓഫ് ദ റിവർ സൈഡ് ഹൗസ് ഓഫ് ചന്ദർനഗർ, ചന്ദർനഗറിലെ റിവർ സൈഡ് ഹൗസസിൽ ഒന്നിലെ ആൻ എൻലെസ് വെർബൽ ബാറ്റിൽ വാസ് ഗോയിങ് ഓൺ. ഭയങ്കരമായിട്ട് വാഗ്വാദം നടക്കുന്നു, വാദപ്രതിവാദം നടക്കുന്നു. ആരൊക്കെ തമ്മിലാ? ബിറ്റ്വീൻ ശരത് ആൻഡ് ഹിസ് വൈഫ്. ശരത്തും തൻ്റെ ഭാര്യയും തമ്മിലാണ് ഈ പറയുന്ന വാദപ്രതിവാദം നടക്കുന്നത്, അല്ലെ വാഗ്വാദം നടക്കുന്നത്. കിരൺ, ഹിസ് വൈഫ് കിരൺ, വൈഫിൻ്റെ പേര് കിരൺ എന്നാണ്. അബൌട്ട് ഹെർ സ്റ്റേയിങ് ഇൻ ദ ഹൗസ്, വീട്ടിൽ അവൾ താമസിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. കിരൺ ഫെൽ സീരിയസ്ലി ഇൽ, മേക്കിംഗ് എവരി വൺ ഇൻ ഹെർ നേറ്റീവ് വില്ലേജ് ടെറിബിളി ആങ്ഷ്യസ്. കിരൺ ഭയങ്കര സീരിയസ് ആയിരിക്കുന്ന അസുഖത്തിൽ ആയിപ്പോയിരുന്നു. മേക്കിംഗ് എവരി വൺ ഇൻ ഹെർ വില്ലേജ്, അവളുടെ ഗ്രാമത്തിലെ എല്ലാവരും അവളെപ്പറ്റി ഉത്കണ്ഠാകുലിയായി. എവർ ഇൻ ദ നേറ്റീവ് വില്ലേജ് ടെറിബിളി ആങ്ഷ്യസ്, ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠയുണ്ടായി. ദ ഹോൾ വില്ലേജ് അഡ്വക്കേറ്റഡ് ഫോർ എ ചേഞ്ച്. ആ നാട്ടിലെ എല്ലാവരും പറഞ്ഞു ഒരു പുതിയ ചേഞ്ച് ആവശ്യമാണെന്ന്. നെസറി ഫോർ ഹെർ, അവർക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ചേഞ്ച്. ആൻഡ് ടു ബി ടേക്കൺ ടു ഹെർ ഓൺ ഹോം, അവരുടെ തന്നെ വീട്ടിൽ നിന്ന് പോട്ടെ ഈ അസുഖകാലത്ത് എന്ന് പലരും അഭിപ്രായപ്പെട്ടു. ബട്ട് ശരത് ആൻഡ് ഹിസ് മദർ, പക്ഷേ ശരത്തും അദ്ദേഹത്തിൻ്റെ അമ്മയും ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ദർ ഡാർലിംഗ്, അവരുടെ പ്രിയപ്പെട്ടവൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. ദാൻ ദ വിസ്ഡം ഓഫ് ദ വില്ലേജ്, ഗ്രാമത്തിലെ ആൾക്കാരുടെ ആ ബുദ്ധിക്കും അപ്പുറം, അവരുടെ അറിവിനപ്പുറത്തേക്ക് കിരണിൻ്റെ ആരോഗ്യത്തിന് അവർ കൂടുതൽ പ്രാധാന്യം നൽകി. ഡോക്ടർ ഓൾസോ തിങ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റേ ഹിയർ. ഡോക്ടറും പറഞ്ഞു അവൾ ഇവിടെ തന്നെ താമസിക്കട്ടെ. ഫോർ ഫ്യൂ മോർ ഡേയ്സ്, കുറേ ദിവസം കൂടെ. ടു റിട്ടേൺ ഹോം സ്ട്രോങ് അഗെയിൻ, വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് അതിനുള്ള ആരോഗ്യം ഇവിടെ നിന്നുണ്ടായിട്ട് പോയാൽ മതി എന്നാണ് ഡോക്ടറും പറഞ്ഞത്. യുവർ ഡോക്ടർ നോസ് എവറിതിങ്. നിങ്ങളുടെ ഡോക്ടർക്ക് എല്ലാം അറിയാം. ലെറ്റ് ഹിം നോ ദാറ്റ് എ റിക്കവേർഡ് പേഴ്സൺ നെവർ നീഡ്സ് ഫർദർ മെഡിക്കേറ്റഡ് റിക്കവറി. ലെറ്റ് ഹിം നോ, അദ്ദേഹത്തെ ഒന്ന് അറിയിക്കണം കേട്ടോ. ദാറ്റ് എ റിക്കവേർഡ് പേഴ്സൺ, രോഗത്തിൽ നിന്ന് വിടുതൽ നേടിയ ആൾക്ക് നെവർ നീഡ്സ് ഫർദർ മെഡിക്കേറ്റഡ് റിക്കവറി, ഇനി അയാൾക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല എന്നൊന്ന് അറിയിക്കണം. ഐ ക്യാൻ ഗോ ഹോം റൈറ്റ് നോ, എനിക്കിപ്പോൾ വീട്ടിൽ പോകാം എന്നാണ്
കിരൺ പറയുന്നത്. നോ നൗ യു നോ ദറ്റ് ഓൾ സോർട്സ് ഓഫ് ഇൽനെസ് ഹാവ് എല്യൂഡഡ് ഫ്രം ഹിയർ. നോ, പോകാനാവില്ല. നോ യു നോ, നിങ്ങൾക്കറിയാമല്ലോ. ഓൾ സോർട്സ് ഓഫ് ഇൽനെസ് ഹാവ് എല്യൂഡഡ് ഫ്രം ഹിയർ, ഇവിടുന്ന് എല്ലാ അസുഖങ്ങളും പോയി എന്നറിയാമല്ലോ. നൗ ഐ സപ്പോസ് എവരി വൺ ഹിയർ വുഡ് ബി പെർഫെക്റ്റ്ലി വെൽ ഇൻ ദിസ് ടൂം. എനിക്ക് തോന്നുന്നു എവരി വൺ ഹിയർ, ഇവിടെയുള്ള എല്ലാവരും, ഐ സപ്പോസ് എവരി വൺ ഹിയർ വുഡ് ബി പെർഫെക്റ്റ്ലി വെൽ ഇൻ ദിസ് ടൂം. ഈ കൊടുങ്കാറ്റും മഴയിലും എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കും. അവരെല്ലാം വളരെ പെർഫെക്റ്റ്ലി വെല്ലായിട്ട് തന്നെ ഇരിക്കും ഇത്തരം കൊടുങ്കാറ്റും മഴയൊക്കെ ആണെങ്കിൽ. ശരത് ലുക്ക്ഡ് അറ്റ് ഹെർ ഫേസ്. ശരത് അവളുടെ മുഖത്തേക്ക് നോക്കി. ഷീ സ്റ്റിൽ അപ്പിയർ ടു ബി വെരി വീക്ക്. ഇപ്പോഴും അവൾ വലിയ ക്ഷീണിതയാണ്. സ്റ്റിൽ അപ്പിയർ ടു ബി വെരി വീക്ക്. ഇപ്പോഴും അവൾ ക്ഷീണിതയായിട്ട് തന്നെ കാണപ്പെട്ടു. ഹിസ് ഹാർട്ട് സാങ്ക് അറ്റ് ദ തോട്ട് ഓഫ് ഹൗ നാരോലി ഷീ ഹാഡ് എസ്കേപ്ഡ് ഡെത്ത്. ഹിസ് ഹാർട്ട് സാങ്ക്, അദ്ദേഹത്തിൻ്റെ മനസ്സിടിഞ്ഞു. അറ്റ് ദ തോട്ട് ഓഫ് ഹൗ നാരോലി ഷീ ഹാഡ് എസ്കേപ്ഡ് ദ ഡെത്ത്. മരണത്തെ എങ്ങനെയാണ് അവൾ, എത്ര നാരോ ആയിട്ടാണ് അവൾ അതിജീവിച്ചതെന്ന് ഓർക്കുമ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിടിഞ്ഞു. കിരൺ ഹാഡ് എൻജോയ്ഡ് ബീയിങ് വിത്ത് ദ വില്ലേജേഴ്സ്. കിരൺ ആണെങ്കിൽ ഈ ഗ്രാമവാസികളുമായിട്ട് ഒന്നുചേരുന്നതിൽ വളരെ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ആളാണ്. കിരൺ ഹാഡ് എൻജോയ്ഡ് ബീയിങ് വിത്ത് വില്ലേജേഴ്സ് സ്റ്റീമിങ് വിത്ത് ഫൺ. ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ വളരെ തമാശയുള്ളവരാണ്. അവരുമായിട്ട് ഇടപെടാനായിട്ട് കിരണിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് പറ്റി? കിരൺ ഹാഡ് എൻജോയ്ഡ് ബീയിങ് വിത്ത് വില്ലേജേഴ്സ് സ്റ്റീമിങ് വിത്ത് ഫൺ. ഒരുപാട് തമാശയൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്നതിൽ അവർക്ക് സന്തോഷം തോന്നി. ബട്ട് ഹിയർ ഇൻ ദറ്റ് റിവർ സൈഡ്, പക്ഷേ ഈ നദിക്കരയിലെ, ഷീ കുഡ് നോട്ട് ടോളറേറ്റ് വിത്ത് ദ ഹെവി ബേർഡൻ ഓഫ് ഡൂയിങ് നത്തിങ്. ഷീ കുഡ് നോട്ട് ടോളറേറ്റ്, അവൾക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. വിത്ത് ദ ഹെവി ബേർഡൻ ഓഫ് ഡൂയിങ് നത്തിങ്, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ അതങ്ങോട്ട് സഹിച്ചു പോകാൻ അവൾക്ക് ഇല്ല. ടോളറേറ്റ് മീൻസ് സഹിക്കുക, അത് സഹിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ദാറ്റ് വാസ് ദെയർ പോയിൻ്റ് ഓഫ് ഡിസ്കഷൻ. അതാണ് അവരുടെ പോയിൻ്റ് ഓഫ് ഡിസ്കഷൻ. അവർ തമ്മിൽ ഈ പറയുന്ന ഭാഗവതത്തിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. ഹി ലോസ്റ്റ് ഹിസ് സ്പിരിറ്റ് വെൻ ഷീ സഡൻലി സ്റ്റോപ്ഡ് റെസ്പോണ്ടിങ് ആൻഡ് ടേൺഡ് ഹെർ ഹെഡ് അവേ. ഹി ലോസ്റ്റ് ഹിസ് സ്പിരിറ്റ്. അദ്ദേഹത്തിൻ്റെ ആവേശമൊക്കെ നഷ്ടപ്പെട്ടു. വെൻ ഷീ സഡൻലി സ്റ്റോപ്ഡ് റെസ്പോണ്ടിങ്, അവൾ മറുപടി ഒന്നും പറയാതായപ്പം. ആൻഡ് ടേൺഡ് ഹെർ ഹെഡ് അവേ, അവൾ മറുപടി ഒന്നും പറയാതെ അകലേക്ക് നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിടിഞ്ഞു. ഹി ലോസ്റ്റ് ഹിസ് സ്പിരിറ്റ്. He heard a call and went outside to see a young boy in the garden. He heard a call. അദ്ദേഹം ഒരു വിളി കേട്ടു. ആൻഡ് വെൻ്റ് ഔട്ട്സൈഡ്, പുറത്തിറങ്ങി നോക്കി. ടു സീ എ യങ് ബോയ് ഇൻ ദ ഗാർഡൻ. ഗാർഡനിൽ പോണ്ട് പൂന്തോട്ടത്തിൽ വെച്ച് കൊച്ചിറക്കം നിൽക്കുന്നു. ഒരു യങ് ബോയ്, ചെറുപ്പക്കാരൻ നിൽക്കുന്നു. എ സർവൈവർ ഫ്രം അപ്റ്റേൺഡ് ബോട്ട് ഇൻ ദ സ്റ്റോം. അവിടെ ആ സ്റ്റോമിൽ, ആ കൊടുങ്കാറ്റിൽ തലകീഴായി മറിഞ്ഞൊരു ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളാണ് ഈ പയ്യൻ. എ സർവൈവർ ഫ്രം ദി അപ്റ്റേൺഡ് ബോട്ട് ഇൻ ദ സ്റ്റോം. കൊടുങ്കാറ്റിൽ മറിഞ്ഞുപോയ ബോട്ടിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ആളാണിത്. ഇമ്മീഡിയറ്റ്ലി കിരൺ ഷോഡ് ഹെർ ഹോസ്പിറ്റാലിറ്റി. പെട്ടെന്ന് കിരൺ തൻ്റെ ആദ്യ മര്യാദ കാണിച്ചു. ഹോസ്പിറ്റാലിറ്റി മീൻസ് ആദ്യത്തെ മര്യാദ. വന്ന അതിഥിയെ സ്വീകരിച്ചു അല്ലേ. ഗിവിങ് ഹിം ഡ്രൈ ക്ലോത്ത്സ്, അവന് നല്ല ഉണങ്ങിയ വസ്ത്രങ്ങൾ കൊടുത്തു. ടു ചേഞ്ച്, അത് മാറാനായിട്ട്. ആൻഡ് മിൽക്ക് ടു ഡ്രിങ്ക്, കുടിക്കാൻ പാല് കൊടുത്തു. ആഫ്റ്റർ ഹി ഹാഡ് സെറ്റിൽഡ് ഡൗൺ, അവൻ ഒരു വിധത്തിലൊക്കെ ഒന്ന് സമാധാനമായപ്പം, ഷി ആസ്ക്ഡ് ഹിസ് വെയറബോട്ട്സ്. കിരൺ അവനോട് അവൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി ചോദിച്ചു. വെയറബോട്ട്സ് ഒക്കെ ചോദിച്ചു. ഹിസ് നെയിം വാസ് നീലകണ്ഠ. അവൻ്റെ പേര് നീലകണ്ഠൻ എന്നാണ്. ബിലോങ് ടു ദി തിയേറ്ററിക്കൽ ഗ്രൂപ്പിൽപ്പെട്ട നാടകമൊക്കെ അഭിനയിക്കാൻ പോകുന്ന ആൾക്കാരുടെ കൂടെയുള്ള ആളാണ്. ദർ ബോട്ട് പെരിഷ്ഡ് ഇൻ ദ സ്റ്റോം. അവരുടെ ബോട്ട് ഈ കൊടുങ്കാറ്റിൽ നശിച്ചുപോയി. വൈൽ ദേ വർ ഗോയിങ് ടു എ സ്റ്റേജ് പ്ലേ ഇൻ എ നെയ്ബറിങ് വില്ല. അടുത്തൊരു നെയ്ബറിങ് വില്ലയിലേക്ക് സ്റ്റേജ് പ്ലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഇത് മറിഞ്ഞു പോയത്. ഹേ സെഡ് ഹി ഹാഡ് നോ ഐഡിയ അബൌട്ട് ദ അതേഴ്സ്. അവൻ പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരെ പറ്റി യാതൊരു അറിവില്ല, അവരങ്ങോട്ട് പോയെന്നൊന്നും അറിയില്ല. ദ ബോയ് ടേൺഡ് ഔട്ട് ടു ബി എ ബൂൺ ടു എവരി വൺ ദെയർ. ഈ ആൺകുട്ടി എല്ലാവർക്കും ഒരു വരമായി. അപ്പോൾ ദ ബോയ് ടേൺഡ് ഔട്ട് ടു ബി എ ബൂൺ ടു എവരി വൺ ദെയർ. വഴക്കൊന്നുമില്ലല്ലോ, വർത്താനം കൂടുതൽ പറയണ്ടേ, ഇനി ഇവനെ ശ്രദ്ധിച്ചാൽ മതി. ഒരു വലിയ അനുഗ്രഹമായി. കിരൺ ഹാഡ് എ വാം ഇൻട്രസ്റ്റ് ഇൻ ഹിം. കിരണിനാണെങ്കിൽ ഇവനിൽ വലിയ താല്പര്യം തോന്നി. കൊച്ചുകുട്ടിയല്ലേ, അവനോട് വലിയ ഇഷ്ടം തോന്നി, വലിയ താല്പര്യം തോന്നി. ആസ് ഷീ സ്വാം ഔട്ട് ഫ്രം ദി ക്ലച്ചസ് ഓഫ് ദി ഡെത്ത്. മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു പോകുന്നതല്ലേ. ശരത് ആൻഡ് ഹിസ് വൈഫ് വേർ ഹാപ്പി ആസ് കിരൺ. ശരത്തിൻ്റെ അമ്മയ്ക്കും കിരണിനെ പോലെ തന്നെ വലിയ സന്തോഷമായിരുന്നു. ഒരു സ്റ്റേ ലോങ്ങർ ദർ. എന്നാൽ പിന്നെ ഇവിടെ താമസിക്കാൻ കുറച്ചുകൂടെ. നീലകണ്ഠ ഓൾസോ വാസ് ഡിലൈറ്റഡ് ടു എസ്കേപ്പ് ഫ്രം ദ മാസ്റ്റർ. തൻ്റെ യജമാനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിൽ ഈ പറയുന്ന നീലകണ്ഠനും വലിയ സന്തോഷമായി. നീലകണ്ഠ ഓൾസോ ഡിലൈറ്റഡ്, അവൻ സന്തോഷമായി.
ടു എസ്കേപ്പ് ഫ്രം ഹിസ് മാസ്റ്ററിനൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതിൽ ആൻഡ് ബി എ പാർട്ട് ഓഫ് ദാറ്റ് വെൽത്തി ഫാമിലി, ഈ ധനാഢ്യരായ കുടുംബത്തിലൊരു അംഗമായി മാറുന്ന, ഒരു പാർട്ടായി മാറുന്നതിന് അവനും സന്തോഷമുണ്ടായിരുന്നു. ബട്ട് ഇൻ എ ഷോർട്ട് വൈൽ, പക്ഷേ കുറച്ചിടവുണ്ട്. ശരത് ആൻഡ് ഹിസ് മദർ ബിഗാൻ ടു റീതിങ്ക്, ശരത്തും അമ്മയും ദേ ബിഗാൻ ടു റീതിങ്ക് ആൻഡ് ലോങ്ഡ് ഫോർ ഹിസ് ഡിപ്പാർച്ചർ. അവരൊന്ന് റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ലോങ്ഡ് ഫോർ ഹിസ് ഡിപ്പാർച്ചർ, ഇവൻ ഇനി പോയാലും വേണ്ടില്ല, ഞങ്ങളുടെ കൂടെ താമസിക്കേണ്ട എന്നുള്ള ആഗ്രഹമായി ശരത്തിനും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും. ഹി ഡെവലപ്ഡ് എ വാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഓഫ് നോട്ടി ബോയ്സ്. അവനോട് വന്നിട്ട് വെറുതെ ഇരുന്നില്ല, അവനാണെങ്കിൽ വാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഓഫ് ബാൻഡ് ഓഫ് നോട്ടി ബോയ്സ്. നോട്ടി ബോയ്സ് ഒത്തിരി ഉണ്ട്, കുസൃതികൾ, അവിടെ കുരുത്തക്കട കാണിക്കുന്ന പിള്ളേർ ഒത്തിരി ഉണ്ട്, ആൺകുട്ടികൾ ഒത്തിരി ഉണ്ട്, അവരുടെ കൂടി ചേർന്നു. ഹി ഡെവലപ്ഡ് എ വാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഓഫ് നോട്ടി ബോയ്സ്. നോട്ടി ബോയ്സിൻ്റെയൊക്കെ കുസൃത്തരങ്ങളൊക്കെ കാണിക്കുന്ന ആൺകുട്ടികളുടെ ഒരു വാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. വിച്ച് ഡിഡ് നോട്ട് അലോ എനി ഫ്രൂട്ട്സ് ടു ഗെറ്റ് റൈപ്പൻ ഇൻ ദ നെയ്ബർഹുഡ്. ഇവരെ കാരണം അടുത്തുള്ള പ്രദേശങ്ങളിലൊന്നും ഒരു പഴം പോലും, ഒരു ഫ്രൂട്ട് പോലും പഴുക്കാൻ ഇവർ അനുവദിച്ചില്ല. ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വില്ലേജ് മോംഗ്രൽ ഡോഗ് ടേൺ ദ ഹൗസ് അപ്സൈഡ് ഡൗൺ. പിന്നെ പോകുന്ന വഴിക്ക് ഒരു പട്ടിയെ കൂട്ടുകിട്ടി. എ മോഗ്രൽ ഡോഗ്, തെരുവ് നായ. ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വില്ലേജ് മോഗ്രൽ ഡോഗ്, വില്ലേജിൽ ഒരു തെരുവ് നായുണ്ട്, അതുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ടേൺ ദ ഹൗസ് അപ്സൈഡ് ഡൗൺ, അത് ഈ വീടിനെടുത്ത് മലത്തി വയ്ക്കുന്ന പോലെ തോന്നി. ബട്ട് കിരൺ അലോൺ ഫൗണ്ട് ഹാപ്പിനെസ് ഇൻ സപ്പോർട്ടിങ് ദ ബോയ്. പക്ഷേ കിരണ് മാത്രമാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തിയത്. ഷീ അലോൺ ഫൗണ്ട് ഹാപ്പിനെസ് ഇൻ സപ്പോർട്ടിങ് ദ ബോയ്. ഈ ബോയിയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തിയ കിരൺ മാത്രമാണ്. ഓൾ ദ വാണിങ്സ് ഓഫ് ശരത് വെൻറ്റ് ഇൻ വെയിൻ. ശരത്താണെങ്കിൽ എപ്പോഴും പിന്നെ ശാസിക്കുകയൊക്കെ ചെയ്യും, അതെല്ലാം വെറുതെയായി. ഷീ പ്രൊവൈഡഡ് ഹിം ക്ലോത്ത്സ് ഇൻ അബണ്ടൻസ്. അവളാണ് ഇഷ്ടംപോലെ ഡ്രസ്സ് കൊടുത്തു, പിന്നെ ഇടാനായിട്ടും ഉടുക്കാനായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിച്ചു കൊടുത്തു. ഷീ വുഡ് ഓൾവേസ് കോൾ ഹിം ഫോർ ഹിസ് തിയേറ്ററിക്കൽ പ്രസൻറ്റേഷൻ. ഇവൻ്റെ തിയേറ്ററിക്കൽ പ്രസൻറ്റേഷനൊക്കെ കാണിക്കാനായിട്ട് അവനെ വിളിക്കും. ആൻഡ് ആഫ്റ്റർനൂൺ അവേഴ്സ് പാസ്റ്റ് മെർലി. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവനെ കൊണ്ട് ഓരോ നാടകത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അഭിനയിപ്പിച്ച് അവർ കണ്ട് രസിച്ചു. ശരത് ഹാഡ് എ കോർഡിയൽ ഡിസ്ലൈക്ക് ടുവേഴ്സ് ദ ബോയ്. ശരത്തിനാണെങ്കിൽ എന്തോ ഒരു ഡിസ്ലൈക്ക് ഉണ്ടായിരുന്നു ഇവനോട്. ദോ ദ ബോയ് ഓഫൺ ഗോട്ട് ഹിസ് ഇയേഴ്സ് ബാക്സ്. ഇടയ്ക്കിടയ്ക്ക് അവൻ നല്ല കീറ് കിട്ടും ശരത്തിൻ്റെ കയ്യിൽ നിന്ന്. ഓഫൺ ഗോട്ട് ഹിസ് ഇയേഴ്സ് ബാക്സ്, ഇടയ്ക്ക് കർണത്തിൽ നല്ല അടി കിട്ടും. ആൻഡ് പുൾഡ് ഹിസ് ബൈ ശരത്ത് അവനെ പിടിച്ച് വലിക്കും, അല്ലെ തള്ളുകയൊക്കെ ചെയ്യും. ദർ വാസ് നോ നോട്ടബിൾ ചേഞ്ച്. ഇതൊക്കെ ചെയ്തിട്ട് യാതൊരു മാറ്റമൊന്നും ഉണ്ടായില്ല. ഹീ സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് ദ വേൾഡ് വാസ് മെയ്ഡ്, അവൻ്റെ വിചാരം ദ വേൾഡ് വാസ് മെയ്ഡ് അപ്പ് ഫോർ ഈറ്റിങ്സ് ആൻഡ് ബീറ്റിങ്സ്. അവൻ്റെ വിചാരം അടികിട്ടാനും വല്ല ആഹാരത്തിനുള്ള വഴിയാണ് ജീവിതം തന്നെയാണ് അവൻ വിചാരിച്ചത്. ആൻഡ് വിച്ച് ബീറ്റിംഗ് പ്ലേഡ് ദ പ്രിഡോമിനൻ്റ് പാർട്ട്. പ്രമുഖ സ്ഥാനം കിട്ടുന്നത് ഉള്ളത് അടിക്ക് തന്നെയാണ്. കാരണം അതാ ഇവൻ കൂടുതൽ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ വിചാരം ജീവിതം എന്ന് പറഞ്ഞാൽ അടിക്ക് വേണ്ടി തന്നെയുള്ള സംഭവമാണ് എൻ്റെ വിചാരം. ഇറ്റ് വാസ് ഹാർഡ് ടു ടെൽ ഹിസ് ഏജ് ഫ്രം ഹിസ് ഫേസ് ആൻഡ് ഹിസ് ആക്ട്സ്. അവൻ്റെ മുഖവും അവൻ്റെ പ്രവൃത്തിയൊക്കെ കണ്ടാൽ അവൻ്റെ പ്രായം ഏതാണെന്ന് അറിയാൻ നമുക്ക് യാതൊരു നിർവാഹമില്ല. ഇറ്റ് വാസ് ഹാർഡ് ടു ടെൽ ഹിസ് ഏജ്. അവൻ്റെ പ്രായം എന്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഫ്രം ഹിസ് ഫേസ് ആൻഡ് ഹിസ് ആക്ട്സ്. അവൻ്റെ മുഖം നോക്കിയിട്ടും അവൻ്റെ പ്രവർത്തനം കണ്ടിട്ടും അവൻ്റെ പ്രായം എത്രയാണെന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഹിസ് ഹെയർലെസ് ഇന്നസെൻ്റ് ഫേസ്. അവൻ്റെ വീശുരോമങ്ങളൊന്നുമില്ലാത്ത ഇന്നസെൻ്റ് മുഖം കാണുമ്പോൾ ഹി വാസ് അബൌട്ട് 14. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ആ മുഖം പറയുന്നു അവനൊരു 14 വയസ്സ് പ്രായം കാണാം. ബട്ട് ദ സ്മോക്ക് ആൻഡ് ദ വേർഡ്സ് ഗസ്റ്റ് ഫ്രം ഔട്ട് ഹിസ് മൗത്ത്. പക്ഷേ അവൻ്റെ വായിൽ നിന്ന് വരുന്ന പുകയും വായിൽ നിന്ന് വരുന്ന ആ വേർഡ്സും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാക്കുകൾ, അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും സജസ്റ്റഡ് ദാറ്റ് ഹി വാസ് ബിയോണ്ട് 17. അവനൊരു 17 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയാണ് വ്യത്യാസം. ബട്ട് എവരി വൺ ട്രീറ്റഡ് ഹിം ആസ് എ സ്മോൾ ബോയ്. പക്ഷേ എല്ലാവരും ഇതിനെ കൊച്ചുകുട്ടിയായിട്ടാണ് കരുതിയത്. കാരണം അവൻ്റെ മുഖത്തെ മീശരൂപങ്ങളൊന്നുമില്ല, കൊച്ചു പയ്യനായിരിക്കാം. ഹേ ഷോഡ് ദ ഫസ്റ്റ് സൈൻസ് ഓഫ് അഡൽട്ട്ഹുഡ് when he hesitated to be a lady companion to Kiran and to play the earlier feminine roles. ലേഡി കമ്പാനിയൻ ആയിട്ട് നിന്നുകൊണ്ട് ദ ഫെമിനിൻ റോൾസൊക്കെ ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് അവൻ്റെ അഡൽട്ട്ഹുഡിനെ പറ്റി മനസ്സിലായത്. അവനത് ഇഷ്ടപ്പെട്ട് കാണില്ല. ഹി ഹാഡ് പ്ലേഡ്, താൻ കളിച്ച നാടകങ്ങളിലെ ഫെമിനിൻ റോൾസൊക്കെ ഒന്ന്, അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രം റോളൊക്കെ ഒന്ന് പ്ലേ ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് അവനത്ര ഇഷ്ടപ്പെട്ടില്ല.
But his role as an acolyte to Kiran defended anything that came against him in the house. But his role as an acolyte, തൻ്റെ ഒരു പങ്കുണ്ട് റോള് ആസ് എൻ അക്കോലൈറ്റ്, സഹായി എന്നുള്ളതിൽ. അക്കോലൈറ്റ് മീൻസ് സഹായി. ടു കിരൺ ഡിഫെൻഡഡ് എനിത്തിങ് ദാറ്റ് കെയിം അഗൻസ്റ്റ് ഹിം ഇൻ ദ ഹൗസ്. വീട്ടിൽ ഇവനെതിരെ എന്ത് പറഞ്ഞാലും കിരണിനെ എതിർക്കും. കാരണം കിരണിന് ഇവനൊരു സഹായിയായി. അതുകൊണ്ട് ഹി ഹാഡ് നത്തിങ് ടു തിങ്ക് അബൌട്ട് അതർ ദാൻ എൻ്റർടൈനിങ് കിരൺ. ഹാഡ് നത്തിങ് ടു തിങ്ക്, വേറെ ഒന്നും അവന് ചിന്തിക്കാനില്ല. അബൌട്ട് അതർ ദാൻ എൻ്റർടൈനിങ് കിരൺ, കിരണിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവനുള്ളൂ. വിത്ത് ഡൈവേഴ്സ് പെർഫോമൻസ്, പലതരത്തിലുള്ള പെർഫോമൻസും ഉണ്ട്. കിരണിനെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. കിരൺസ് എഫേർട്ട് ടു ഇൻകൾക്കേറ്റ് സം സ്കോളാറ്റിക് എലമെൻറ്റ്സ് ഇൻ ഹിം ടേൺഡ് ഇൻ ടു ആഷസ്. കിരണിൻ്റെ ചില എഫേർട്ടുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. ടു ഇൻകൾക്കേറ്റ് സം സ്കോളാറ്റിക് എലമെൻറ്റ്സ് ഇൻ ഹിം, അവനിൽ നല്ലൊരു സ്വഭാവം നിറയ്ക്കാൻ വേണ്ടി ആവർത്തിച്ച് ഇൻകൾക്കേറ്റ് മീൻസ് ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയാണ്. കിരണിൻ്റെ എഫർട്ടിനായിരുന്നു പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സ്കോളാറ്റിക് എലമെൻറ്റ്സ് ഒക്കെ അവൻ്റെ ഉള്ളിൽ കൊണ്ടുവരാനുള്ള ആ വഴികളൊക്കെ. ടേൺഡ് ഇൻ ടു ആഷസ്, അതെല്ലാം മൃതിയായി, അതൊക്കെ ചാരമായി. ആസ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് യൂത്ത് ഫിഗേർഡ് ഔട്ട് ദറ്റ് ഈവൻ ദ ആൽഫേർട്സ് വർ ഡാൻസിങ് ഇൻ ദ മിഡ്സ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഐസ്. എങ്ങനെയാണ് തോന്നിയത്? ഹി ടേൺഡ് ഇൻ ടു ആഷസ് ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് യൂത്ത്. ഡെസ്റ്റിറ്റ്യൂട്ട് മീൻസ് ആരുമില്ലാത്ത, അന്ന് ഡെസ്റ്റിറ്റ്യൂട്ട് യൂത്താണ്. ഇവൻ ഡെസ്റ്റിറ്റ്യൂട്ടാണ്. ഇവന് കഴിക്കാനും ഒന്നുമില്ല, ജീവിക്കാനൊരു നിവൃത്തിയില്ലാത്ത ഇവൻ്റെ ഈ യുവാവ് ഫിഗേർഡ് ഔട്ട് ദാറ്റ് ഈവൻ ദ ആൽഫേർട്സ് വർ ഡാൻസിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഐസ്. അവന് ഈ ആൽഫേർട്ടൊക്കെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ വെറുതെ ഒരു നൃത്തം ചെയ്യുന്ന രൂപങ്ങളായിപ്പോയി. കാരണം അവനൊന്നും മനസ്സിലായില്ല. ബട്ട് ഹി ഡെവലപ്ഡ് എ സ്കിൽ ഓഫ് കാസ്റ്റിംഗ് ഹിസ് ഐസ് ബ്ലാങ്ക് ഓൺ എ പേജ് ഇൻ ദ ബുക്ക് ഫോർ അവേഴ്സ്. മണിക്കൂറുകളോളം അവനിങ്ങനെ പുസ്തകത്തിൻ്റെ പേജിലേക്ക് കണ്ണം നട്ടിരിക്കും. ആസ് ഇഫ് റീഡിങ് ഇറ്റ്, വായിക്കുന്ന പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. കിരൺ പഠിപ്പിക്കാൻ തുടങ്ങിയ ബുക്ക് എടുക്കും, ബുക്കിലോട്ട് ചുമ്മാ നോക്കി അങ്ങിരിക്കും, ഒന്നും അറിയില്ല. ഹേ വുഡ് റീഡ് ഇറ്റ് അലൗഡ് വെൻ എ ഹിൻഡ് ഓഫ് ഹ്യൂമൻ പ്രസൻസ് ഈസ് സംവെയർ. എവിടെയെങ്കിലും ആരെങ്കിലും അവന് എവിടെ മനുഷ്യൻ വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് വായിക്കാൻ തുടങ്ങും. അറൗണ്ട് ഹിം, എവിടെയെങ്കിലും അവൻ്റെ ചുറ്റും എവിടെയെങ്കിലും മനുഷ്യൻ്റെ പ്രസൻസ് ഉണ്ടാകും, അവർക്ക് വായിക്കും. ഈവൻ ദോ ഇറ്റ് സൗണ്ട് പെർഫെക്റ്റ് വിത്ത് ഫുൾ ഓഫ് ട്രൈഫ്ലിംഗ് അലിട്രേഷൻ. പറയുന്നത് തന്നെ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പറയുന്ന കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അലിട്രേഷനാണ്. ദ ഫീബ്ലസ്റ്റ് മീനിങ് വാസ് ബിയോണ്ട് ഹിസ് കോംപ്രിഹെൻഷൻ. അതിനെപ്പറ്റിയുള്ള അർത്ഥം പോലും അവന് അറിയില്ല. ഇറ്റ് വാസ് ബിയോണ്ട് ഹിസ് കോംപ്രിഹെൻഷൻ. ഹീ ഫെൽറ്റ് എവറിഥിങ് ടു ബിക്കം മ്യൂസിക്കൽ അറൗണ്ട് ഹിം. മ്യൂസിക് അറൗണ്ട് ഹിം, തൻ്റെ ചുറ്റുമുള്ളവയെല്ലാം സംഗീതമായിട്ട് മാറുന്നതായിട്ട് അവന് തോന്നി. ദ പാസ്റ്റ് ലൈഫ് ഓഫ് ദ തിയേറ്ററിക്കൽ സ്ലേവ് ബിഫോർ ദ സ്റ്റോം ഹാഡ് കംപ്ലീറ്റ്ലി ഫെയ്ഡ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. താൻ നേരത്തെ തിയേറ്ററിക്കൽ സ്ലേവ് ആയിരുന്ന കാര്യമൊക്കെ അവനങ്ങ് മറന്നു. നാടകശാലയിലെ അടിമയെപ്പോലെ പ്രവർത്തിക്കുന്ന കൊച്ചു പയ്യനവന്, അവനതൊക്കെ മറന്നു. ബിഫോർ ദ സ്റ്റോം ഹാഡ് കംപ്ലീറ്റ്ലി ഫെയ്ഡ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. ഈ കൊടുങ്കാറ്റിൻ്റെ ഓർമ്മകളെല്ലാം പോകുന്നതിന് മുമ്പേ അവൻ്റെ നേരത്തെ അനുഭവങ്ങളൊക്കെ അവൻ മറന്നു. ദ എൻചാൻറ്റിങ് നേച്ചർ ആൻഡ് ദ സൂതിങ് പ്രസൻസ് ഓഫ് കിരൺ. എൻചാൻറ്റിങ് നേച്ചർ, അവിടുത്തെ പ്രകൃതിയുടെ നല്ല മാസ്മരിക ഭാവം. ആൻഡ് ദ സൂതിങ് പ്രസൻസ് ഓഫ് കിരണിൻ്റെ സ്വാന്തനിപ്പിക്കുന്ന ആ സാന്നിധ്യം. ഹു ടുക്ക് അപ്പ് ദ റോൾസ് ഓഫ് ഹിസ് സിസ്റ്റർ. കിരണാണ് അവൻ്റെ ഒരു സഹോദരിയെ പോലെയാണ്. ആൻഡ് മദർ കമ്പൈൻഡ്, അമ്മയായിട്ട് സഹോദരിയുമൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു കിരണിന്. ബിക്കെയിം ദ മ്യൂസിക് ഓഫ് ഹിസ് സോങ്. തൻ്റെ കവിതയുടെ മ്യൂസിക്കായി മാറി കിരൺ. ആൻഡ് ഫ്രം ഹർ ഷീ വുഡ് ബ്രിങ് ഡസൻസ് ഓഫ് ഫ്രഷ് കംപ്ലെയിൻസ്. ഫ്രം ഹർ ഹി വുഡ് ബ്രിങ് ഡസൻസ് ഓഫ് ഫ്രഷ് കംപ്ലെയിൻസ് ഫ്രം ദ നെയ്ബേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് കംപ്ലയിൻസുകൾ ഇങ്ങനെ ഈ പറയുന്ന കിരണിൻ്റെ അടുക്ക വരും. ദാറ്റ് ഇവൻച്വലി ലെഡ് ടു ശരത് കഫിങ് ഹിം. അപ്പോൾ ശരത്ത് വേണ്ടി നല്ല പൂട് കൊടുക്കും, നല്ല ചെറിയ തല്ല് കൊടുക്കും. His spoiled followers would then become in search of him. For some new ways of mischief. അവൻ്റെ സ്പോയിൽഡ് ആയിരിക്കുന്ന ഫോളോവേഴ്സ്, അവൻ്റെ പിൻഗാമിയിൽ കുറേ പിള്ളേരുണ്ട് അവൻ്റെ കൂടെ. They would come, അവർ വരും. In search of him for some new ways of mischief. അവരെന്തെങ്കിലും പുതിയ ഉരുത്തക്കേട് അന്വേഷിച്ച് ഇവനെ തിരക്കി വീട്ടിൽ വരും. At that time, Sharat's younger brother Satish came to spend vacation with them. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരത്തിൻ്റെ യങ്ങർ ബ്രദർ സതീഷ് വന്നത്. കെയിം ടു സ്പെൻഡ് വെക്കേഷൻ വിത്ത് ദം. ഇവരോട് വെക്കേഷൻ ചെലവഴിക്കാനായിട്ട്
ഈ ശരത്തിൻ്റെ ഇളയ സഹോദരൻ വന്നു. കിരൺ വാസ് ഓവർജോയിഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഹെർ ബ്രദറിൻലോ. എൻ്റെ ബ്രദറിൻലോ വന്നപ്പം കിരണിനും വലിയ സന്തോഷമായി. ഓഫ് ദ സെയിം ഏജ്, ഒരേ ഏജിലുള്ളവരാണ്. ബോത്ത് ഓൾവേസ് ഓൺ ദ മൂവ് റോളിക്കിംഗ് വിത്ത് പേഴ്സ് ഓഫ് ലാഫർ. അവർ എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. ഷീ വുഡ് റൈറ്റ് മങ്കി വിത്ത് വെർമീൽ ഓൺ ഹിസ് ബാക്ക്. അവൻ്റെ പുറത്ത് അവൻ കുരങ്ങെന്ന് എഴുതും, റൈറ്റ് മങ്കി എന്ന് എഴുതും. ആൻഡ് ഹീ ബൈ പുട്ട് പെപ്പർ അമങ് ഹെർ ബെറ്റൽ. അവൾക്ക് വെറ്റയിൽ കുരുമുളക് വെച്ച് കൊടുക്കാറുണ്ട് ഇവർ. റോളിക്കിംഗ് മീൻസ് തുള്ളിക്കളിക്കുക. മീൻ വൈൽ നോ വൺ ന്യൂ ഹൗ എ ക്ലൗഡ് ഓഫ് അൺഎക്സ്പ്ലെയിൻഡ് വൈൽഡർനെസ് ഹവേർഡ് ഓവർ നീലകണ്ഠ. ഇതിൻ്റെ ഇടയ്ക്ക് നോ വൺ ന്യൂ, ആർക്കും അറിയില്ല, ഹൗ ദ ക്ലൗഡ് ഓഫ് അൺഎക്സ്പ്ലെയിൻഡ് വൈൽഡർനെസ്, എങ്ങനെയാണ് ഒരു വന്യത, ഒരു പറയാനാവില്ലാത്ത അറിവില്ലാത്ത ഒരു വന്യത എങ്ങനെയാണ് വന്നതെന്ന് ആർക്കും അറിയില്ല. ഹവേർഡ് ഓവർ നീലകണ്ഠൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വട്ടം കറങ്ങി. ഹി വുഡ് ട്രാഷ് ഹിസ് ഡിവോട്ടീസ് ഫോർ നോ റീസൺ. ഒരു കാര്യമില്ലാതെ എൻ്റെ കൂടെ വരുന്ന പിള്ളേർക്കിട്ടൊക്കെ നല്ല കീറ് കൊടുക്കും. ആൻഡ് കിക്ക് ഹിസ് പെറ്റ് മോഗ്രൽ, അല്ലെങ്കിൽ അവൻ്റെ കൂടെയായിട്ട് വരുന്ന പെറ്റ് മോഗ്രൽ, തെരുവുനായ, അതിലിട്ട് നല്ല തൊഴി കൊടുക്കും. ഓർ സ്മാഷ് ദ ലീവ്സ് ഓഫ് ആൻറ്റിക്സ് ഹാർഷ്ലി വിത്ത് ദ കെയിൻസ്. ഇല്ല, ചൂരൽവടി കൊണ്ട് അവിടെയുള്ള ഇലയും ചെടിയുടെ ഇലയും കമ്പുകളും ഒക്കെ തല്ലിപ്പറിക്കും. ആഫ്റ്റർ സതീഷ് വന്ന ശേഷം കിരൺ ഹാഡ് സെൽഡം ഗോട്ട് മച്ച് ടൈം ടു സ്പെയർ സെർവിങ് നീലകണ്ഠാസ് മീൽസ്. കിരണിന് പിന്നെ അധികം ഇവർ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. നീലകണ്ഠൻ്റെ ആഹാരം കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ അല്പം താമസം വരും, അല്ലെങ്കിൽ അത്രയ്ക്ക് പഴയതുപോലെ ശ്രദ്ധിക്കാൻ പറ്റില്ല. വിച്ച് ഹി ഹാഡ് ബീൻ ഡൂയിങ് സോ. നേരത്തെ അങ്ങനെയൊക്കെയാണ് അവൾ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നത്. ഇപ്പോൾ അത്ര സമയമില്ല. ഡൂയിങ് സോ ജനറസ്ലി ആസ് ഹി ഹാഡ് എൻ ഇമെൻസ് കപ്പാസിറ്റി ഓഫ് ഈറ്റിംഗ്. ഇവൻ നല്ല ഇമെൻസ് കപ്പാസിറ്റി ഓഫ് ഈറ്റിംഗ് ഉള്ളതാണ്, നന്നായിട്ട് ആഹാരം കഴിക്കുന്നയാളാണ്. അവന് ആഹാരം വിളമ്പി കൊടുക്കുന്നതന്നെ പിന്നെ കിരണിന് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ കിരണിനുള്ള സമയമില്ല. ആഫ്റ്റർ ദാറ്റ് ഹി ലെഫ്റ്റ് ദ ഹോൾ വിതൗട്ട് ഈറ്റിംഗ് മച്ച്. ഇതിന് ശേഷം ഇപ്പോൾ ഇവനെ അധികം ആഹാരം കഴിക്കാറില്ല, അധികമൊന്നും കഴിക്കാതെ അവനങ്ങ് പോവും. ഹി വുഡ് റിപ്പീറ്റഡ്ലി സേ ഐ ആം നോട്ട് ഹംഗ്രി. അവൻ ആവർത്തിച്ച് പറയും, എനിക്ക് വിശപ്പില്ല എന്ന്. തിങ്കിങ് ദാറ്റ് ഇറ്റ് വുഡ് ബ്രിങ് കിരൺ ടു പ്രസ് ഹിം ഫിനിഷ്. അപ്പോൾ അവൻ വിചാരിച്ച് കിരൺ വന്ന് പറയും കഴിക്കുക എന്നാൽ ആവർത്തിച്ച് പറയുമെന്ന് അവൻ വിചാരിച്ചു. ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. അതൊട്ട് നടന്നുമില്ല. ആഫ്റ്റർ ദാറ്റ് ഹി വുഡ് ലെഫ്റ്റ് ദ ഹോൾ വിതൗട്ട് ഈറ്റിംഗ് മച്ച്. അതിനുശേഷം അവൻ ഹോളിൽ നിന്ന് പോകും അധികമൊന്നും കഴിക്കാതെ. ഹി വുഡ് റിപ്പീറ്റഡ്ലി സേ, അവൻ ആവർത്തിച്ച് പറയും, ഐ ആം നോട്ട് ഹംഗ്രി, എനിക്ക് വിശപ്പില്ല. തിങ്കിങ് ദാറ്റ് ഇറ്റ് വുഡ് ബ്രിങ് കിരൺ ടു പ്രസ് ഹിം ടു ഫിനിഷ്. അവൻ വിചാരിച്ചത് കിരൺ വന്നതിനോട് വേണ്ടി നിർബന്ധിക്കും, നീ ആഹാരം മുഴുവൻ കഴിക്കുന്നു ആവർത്തിച്ച് പറഞ്ഞ് തന്നെ പ്രസ് ചെയ്യുമെന്ന് വിചാരിച്ചു. ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. അതൊട്ട് സംഭവിച്ചുമില്ല. സോക്കിംഗ് ദ പില്ലോ വിത്ത് ഹിസ് സോപ്സ്. അവൻ പോയി കിടന്ന് കരയും, പില്ലോയിൽ മുഖം അമർത്തി കരയും. ബിക്കെയിം എ യൂഷ്വൽ ഒക്കറൻസ്. എന്നും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആഹാരം കഴിക്കുന്നത് കുറച്ച് കഴിച്ചിട്ട് ഇവൻ എഴുന്നേറ്റ് പോകും, അവിടെ പോയി കിടന്ന് കരയും. ഹി ജംപ്ഡ് ഇൻ ടു ദ കൺക്ലൂഷൻ ദാറ്റ് സം വെനമസ് ട്രിക്ക് ഓഫ് സതീഷ് ഹാഡ് മെയ്ഡ് ഹെർ ആംഗ്രി അഗൻസ്റ്റ് ഹിം. ഹി ജംപ്ഡ് ഇൻ ടു എ കൺക്ലൂഷൻ. അവൻ പെട്ടെന്നൊരു കൺക്ലൂഷനിലെത്തി. എന്താ നടന്നതെന്ന് അവനൊരു ഏകദേശം ഒരു തീരുമാനത്തിലെത്തി. ഇന്നതായിരിക്കും സംഭവിച്ചത്. ദാറ്റ് സം വെനമസ് ട്രിക്ക്, എന്തെങ്കിലും വിഷം നിറഞ്ഞ ട്രിക്ക്, എന്തെങ്കിലുമുള്ള വിഷവത്തായ ട്രിക്ക് ഉപയോഗിച്ചിരിക്കാം സതീഷ്. ദാറ്റ് ടു ഹാഡ് മെയ്ഡ് ഹെർ ആംഗ്രി അഗൻസ്റ്റ് ഹിം. തന്നോട് വിരോധം തോന്നാനുള്ള എന്തെങ്കിലും ട്രിക്ക് ഇവൻ പറഞ്ഞു കൊടുത്തിരിക്കാം എന്ന്. സതീഷ് ഡിഡ് നോട്ട് നോട്ടീസ് ദിസ് കവേർട്ട് വേസ് ഓഫ് അവഞ്ച് ഈവൻ ദോ ഹിസ് സോപ്പ് ഡിസപ്പിയർഡ് ഫ്രം ദ സ്റ്റെപ്സ് ഓഫ് ദ ബാത്തിങ് പ്ലേസ്. കുളിക്കുന്ന സ്ഥലത്തും തൻ്റെ സോപ്പ് കാണാതെ വന്നപ്പോഴൊന്നും അന്നേരമൊന്നും ഇവൻ്റെ ഈ ട്രിക്ക് മനസ്സിലായില്ല സതീഷിന്. സതീഷ് ഡിഡ് നോട്ട് നോട്ടീസ് ഹിസ് കവേർട്ട് വൈസ് ഓഫ് അവഞ്ച്. അവൻ്റെ ഈ അവഞ്ചിൻ്റെ പ്രതികാരത്തിൻ്റെ രീതികളൊന്നും മനസ്സിലായില്ല. കവേർട്ട് മീൻസ് കൺസീൽഡ്, മറയ്ക്കപ്പെട്ട ആ അവഞ്ച്, അതൊന്നും മനസ്സിലായില്ല. ഈവൻ ദോ ഹിസ് സോപ്പ് ഡിസപ്പിയർഡ് ഫ്രം ദ സ്റ്റെപ്സ് ഓഫ് ദ ബാത്തിങ് പ്ലേസ്. കുളിക്കാൻ പോകുമ്പോഴേ നീലകണ്ഠൻ സതീഷിൻ്റെ സോപ്പ് എടുത്ത് മാറ്റിയുള്ളൂ. അതെങ്ങനെയാണ് ഉണ്ടായെന്നാണ് അറിയില്ല. ഓർ ഹിസ് ഡ്രസ് ഫ്ലോട്ടഡ് പാസ്റ്റ് ഹിം ആസ് ഇഫ് ബ്ലോൺ ബൈ ദ വിൻഡ്. വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം സതീഷിൻ്റെ ഡ്രസ്സ് വെള്ളത്തിൽ ഒഴുകി നടക്കുന്നതാണ്, കാറ്റടിച്ച് പോയ പോലെ. അതും സതീഷിന് മനസ്സിലായില്ല, ഇവൻ്റെത് കളയുന്നതാണ്. വൺ ഡേ കിരൺ കോൾഡ് നീൽകണ്ഠ ടു എൻ്റർപ്രൈസ് സതീഷ്. ഒരു ദിവസം കിരൺ നീലകണ്ഠനെ വിളിച്ചു ടു എൻ്റർടൈൻ സതീഷിനെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
ഹീ കെപ്റ്റ് മം, അവൻ മിണ്ടിയില്ല. ആൻഡ് സെഡ് ദാറ്റ് ഹീ കുഡ് നോട്ട് റിമെമ്പർ എനിത്തിങ്, തനിക്കൊന്നും താനൊന്നും ഓർക്കുന്നില്ല, അവൻ മിണ്ടാതിരുന്നു അങ്ങനെ പറഞ്ഞിട്ട്. ദ ഡിസിഷൻ ടു റിട്ടേൺ ഹോം മെയ്ഡ് എവരി വൺ ബിസി പാക്കിംഗ് അപ്പ്. തിരിച്ചു പോകാനുള്ള തീരുമാനമായപ്പോൾ എല്ലാവരും അവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. സതീഷ് വാസ് ഗോയിങ് വിത്ത് ഹിതം, അവരുടെ സതീഷ് പോവുകയാണ്. നീലകണ്ഠ റിമൈൻഡ് അനാസ്ഡ്. പക്ഷെ ആരും നീലകണ്ഠനോട് ചോദിച്ചില്ല നീ ഞങ്ങളോട് പോരുന്നു എന്ന്. ലേറ്റർ കിരൺസ് പ്രപ്പോസൽ ഓഫ് ടേക്കിംഗ് ഹിം വിത്ത് ദം വാസ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ബൈ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. പിന്നീട് കിരൺസ് പ്രപ്പോസൽ ഓഫ് ടേക്കിംഗ് ഹിം വിത്ത് ദം, തങ്ങളുടെ കൂടെ ഇവരെയും കൊണ്ടുപോകാമെന്നുള്ള പ്രപ്പോസൽ കിരൺ മുന്നോട്ട് വെച്ചപ്പം ദേ ഓൾ ഓഫ് ദം സ്ട്രോങ്ലി ഒപ്പോസ്ഡ്, എല്ലാവരും എതിർത്തു. ആരാണ്? ബൈ ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, കുടുംബത്തിലെ മറ്റുള്ളവരെ എതിർത്തു. ഫൈനലി കിരൺ സോഫ്റ്റ്ലി അഡ്വൈസ്ഡ് ഹിം ടു ഗോ ബാക്ക് ടു ഹിസ് ഓൺ ഹോം. അവസാനം കിരൺ ഈ പയ്യനോട് നീലകണ്ഠനോട് പറഞ്ഞു, നീ നിൻ്റെ വീട്ടിലോട്ടെങ്ങാനും തിരിച്ചു പോകും എന്ന്. ദിസ് അൺഎക്സ്പെക്റ്റഡ് കൈൻഡ്നെസ് മെയ്ഡ് ഹിം ബസ്റ്റ് ഇൻ ടീയേഴ്സ്. ഈ വിചാരിക്കാത്ത തരത്തിലുള്ള ആ കൈൻഡ്നെസ്, ആ ദയവ്, അത് അവനെ കണ്ണീരിലാഴ്ത്തി. മെയ്ഡ് ഹിം ബസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. കിരൺ കുഡ് നോട്ട് സ്റ്റോപ്പ് ജോയിനിങ് ഹിം. കിരണിന് അവനോട് കൂടി കരയാതിരിക്കാനായില്ല. ബട്ട് സതീഷ് വാസ് ടെറിബിളി അനോയിഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദിസ്. സതീഷിനാണ് ഭയങ്കര ദേഷ്യം വന്നു. ഹേ ടെറിബിളി അനോയിഡ്, വളരെ അലോസരപ്പെട്ടു. അറ്റ് ദ സൈറ്റ് ഓഫ് ദിസ് ആൻസർ, ഇത് കണ്ടിട്ട് സതീഷിന് ദേഷ്യം വന്നു. ദറ്റ് ബ്രാറ്റ് ഹാസ് ക്ലെവർലി ഡിസ്കവേർഡ് എ വേ ടു സോഫൺ യുവർ മൈൻഡ്. നിൻ്റെ മനസ്സിനെ സോഫൺ ചെയ്യുന്ന എന്തോ ഒരു ട്രിക്കാ ബ്രാറ്റ് മീൻസ് കുരുത്തം കെട്ടവൻ. ക്ലെവർലി ഡിസ്കവേർഡ് എ വേ ടു സോഫൺ യുവർ ഐസ്, യുവർ ഹാർട്ട്. നിൻ്റെ മനസ്സിനെ മുറിപ്പെടുത്താനുള്ള, മൃദുവാക്കാനുള്ള എന്തോ ഒരു ട്രിക്ക് അവൻ്റെ കയ്യിലുണ്ട്. വിത്ത് എ ടീർ ഓർ ടു, ഒന്നോ രണ്ടോ തുള്ളി കണ്ണീരവും എഴുതും. അപ്പം നിനക്ക് സങ്കടമാണ് എന്നാണ് പറഞ്ഞത്. ബിക്കോസ് യു ആർ ടു ഗുഡ് ആൻഡ് ട്രസ്റ്റ്ഫുൾ. കാരണം നീ വളരെ ടു ഗുഡാണ്, വളരെ നല്ലവളും വളരെ ട്രസ്റ്റ്ഫുള്ളും ആയതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നതെന്ന് സതീഷ് പറഞ്ഞു. നീലകണ്ഠ ലെഫ്റ്റ് ദ സ്പോട്ട് വിത്ത് എ ബ്ലീഡിങ് ഹാർട്ട്. മനസ്സിന് മുറിവേറ്റ് അവൻ അവിടെ നിന്ന് എഴുതിയിട്ട് പോയി. സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ഹൗ ടു ബേൺ സതീഷ് ഇൻ ടു ആഷസ്. എങ്ങനെയാണ് സതീഷിനെ കത്തിച്ച് കൊല്ലുന്ന ആലോചിച്ചുകൊണ്ടാണ് പോയത്. അത്രയ്ക്ക് വിരോധം ഉണ്ടായത് മനസ്സിൽ. സതീഷ് ഹാഡ് ബ്രോട്ട് എ ഗ്രാൻഡ് ഇൻക്സ്റ്റാൻഡ് വിത്ത് ദം. സതീഷ് അവൻ പോന്നപ്പോൾ ഒരു ഇൻക്സ്റ്റാൻഡ് അവനോട് കൊണ്ടുവന്നിരുന്നു. ഹിസ് ഗ്രേറ്റ് ഫേവററ്റ് ഫ്രം കൽക്കട്ടയിൽ നിന്ന് കൊണ്ട തൻ്റെ വലിയ ഫേവററ്റായിരുന്നു ഈ ഇൻക്ബോട്ട് വാസ് സെറ്റ് ഓൺ എ പേൾ ബോട്ട്. ഈ ഇൻക്ബോട്ട് വെച്ചിരിക്കുന്നൊരു പേൾ ബോട്ടിലാണ്. പേൾ മീൻസ് പവിഴം കൊണ്ടാക്കിയൊരു ബോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഡ്രോൺ ബൈ സിൽവർ ഗൂസ്, അത് വെള്ളി വാത്തകളാണ് വലിക്കുന്നത്. സപ്പോർട്ടിങ് എ പെൻ ഹോൾഡർ, അതൊരു പെൻ ഹോൾഡറുണ്ട്. എവറി ഡേ ഹി ക്ലീൻഡ് ഇറ്റ് വിത്ത് ആഡഡ് കെയർ. എല്ലാ ദിവസവും അവന് ഇതെടുത്ത് വൃത്തിയാക്കുമായിരുന്നു. ദ ഡേ ബിഫോർ ദേ വർ അബൌട്ട് ടു ഡിപ്പാർട്ട്, അവർ പോകാനായിട്ട് തയ്യാറായ ആ സമയത്ത്, അതിന് തലേന്ന് ദ ഇൻക്ബോട്ട് വാസ് മിസ്സിങ്. ഇൻക്ബോട്ട് കണ്ടില്ല. സതീഷ് വാസ് ഫ്യൂരിയസ് ആൻഡ് പൗണ്ട്സ് അപ്പോൺ ദ ബോയ് ഷൗട്ടിങ്. സതീഷിന് ദേഷ്യം വന്ന് അവൻ ചാടി വീഴുന്ന പോലെ അവൻ്റെ നേരെ ചാടി വീണ് പറഞ്ഞു, യു ഹാവ് സ്റ്റോളൻ മൈ ഇങ്ക് സ്റ്റാൻഡ്, യു തീഫ്. കള്ള, നീ എൻ്റെ ഇൻക്ബോട്ട് എടുത്തുമില്ലേ? നീലകണ്ഠ വോബിൾ ടുവേഴ്സ് ദ വോൾ. അവൻ എന്ത് ചെയ്തു? അവൾ ഭിത്തിയുടെ ഇടയ്ക്കിലേക്ക് ചാരി. വിത്ത് എ സൊള്ളൻ ഹാർട്ട് ആൻഡ് ഹെഡ്, മനസ്സ് നിറയെ വിങ്ങിയ ഹൃദയവുമായിട്ട് അവന് ഈ ഭിത്തിയുടെ ഇടയിലോട്ട് ചേർന്നു. കിരൺ വാസ് ഗ്രേറ്റ്ലി ഡിസ്ട്രസ്ഡ് അറ്റ് ദ സീൻ. കിരണിനെ കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. ആൻഡ് ടുക്ക് ഹിം ടു അനദർ റൂം ആൻഡ് സജസ്റ്റ്, വേറെ റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീലു, ഇഫ് യു ഹാവ് ടേക്കൺ ഇറ്റ്, നീ ഇത് എടുത്തെങ്കിലേ ഐ ഷാൽ കീപ്പ് ഇറ്റ് ദെയർ, അത് ഞാനോട് വെച്ചേക്കാം. ദാറ്റ് ആൻഡ് ബ്ലോക്ക് എനി വൺ മേക്കിംഗ് ഫർദർ ഫസ്, ഇനി ആരും ഇതിനെപ്പറ്റി എന്നോട് ചോദിക്കില്ല. ടു ദിസ്, ഇത് കേട്ടപ്പോൾ നീലകണ്ഠൻ നെൽ ഡൗൺ വീപ്പിംഗ് ബിറ്റർലി, അവൻ മുട്ടുകുത്തിയിരുന്നു കരഞ്ഞുകൊണ്ട്. എ ഫിയേഴ്സ് ബാറ്റിൽ ഓഫ് വേർഡ്സ് ഫോളോഡ് ബിറ്റ്വീൻ കിരൺ ആൻഡ് വൺ സൈഡ് ആൻഡ് ശരത് ആൻഡ് സതീഷ് ഓൺ ദി അതർ. ഒരു വശത്ത് കിരണും മറുവശത്ത് സതീഷും ശരതുമായിരുന്നുകൊണ്ട് വാഗ്വാദം ഉണ്ടായി. സതീഷ് വാണ്ടഡ് ടു സെർച്ച് ഹിസ് റൂം, സതീഷിന് അവൻ്റെ റൂം ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ആൻഡ് ഷി റെസ്പോണ്ടഡ് വയലൻ്റ്ലി വിത്ത് ടീയേഴ്സ്, അവൾ കണ്ണീരണിഞ്ഞു ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിനക്ക് ധൈര്യം ഉണ്ടായിരുന്നെന്ന്. യു ഡയർ? ദാറ്റ് അറ്റ് വൺസ് സെറ്റിൽ ദ മാറ്റർ. അങ്ങനെ ആ കാര്യം അവിടെ കൊണ്ട് അവസാനിച്ചു. കിരൺ ഹാർട്ട് ഓവർഫ്ലോഡ് വിത്ത് പിറ്റി ഓൺ ദ ഹോംലെസ് ലാഡ്. ആ വീടില്ലാത്ത ആരുമില്ലാത്ത അവനോട് കിരണിൻ്റെ മനസ്സിന് വളരെ ദയവുണ്ടായിരുന്നു. ഷീ ഗോട്ട് 2 ന്യൂ സ്യൂട്ട്സ് ഓഫ് ക്ലോത്ത്സ്, 2 സ്യൂട്ട്സ് ഓഫ് ക്ലോത്ത്സ് കൊടുത്തു. എ പെയർ ഓഫ് ഷൂസ് ആൻഡ് എ ബാങ്ക് നോട്ട് ഒക്കെ. ഷീ വാണ്ടഡ് ടു പ്ലേസ് ദം ഇൻ ദ ബോക്സ് ആസ് എ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഇതിൻ്റെ പെട്ടിയിൽ വയ്ക്കണമെന്ന് അവൾ കരുതി. വെൻ ഷീ അൺലോക്ക് ദ ബോക്സ്, അവൾ ആ ബോക്സ് അൺലോക്ക് ചെയ്തപ്പോൾ തുറന്നപ്പം ദ ലിഡ് സഡൻലി സ്പ്രാങ് അപ്പ് വിത്ത് ഓൾ ദോസ് പ്രിറ്റി തിങ്സ് ജംബ്ലിങ്.
അതിൻ്റെ ലിഡ് അതിൻ്റെ വാതിൽ പെട്ടെന്നങ്ങ് തുറന്നു, അതിൻ്റെ അടപ്പ് പെട്ടെന്നങ്ങ് തുറന്നു. ദ ഗിഫ്റ്റ് വുഡ് നോട്ട് ഗോ ഇൻ. ഗിഫ്റ്റ് അതിനകത്തൊന്നും അറിയില്ല, കാരണം നിറച്ചെന്നൊക്കെ സാധനങ്ങൾ അടുക്കിയിട്ടുണ്ട്. ഷീ സ്റ്റാർട്ടഡ് പുള്ളിങ് ഔട്ട് എവറിഥിങ് ടു പ്ലേസ് ദം ഇൻ ഓർഡർ. അതെല്ലാം വൃത്തിയായിട്ട് അടുക്കി വെക്കാനുള്ള ഓരോന്ന് വലിച്ച് പുറത്തിട്ടു. ദർ അറ്റ് ദ ബോട്ടം കെയിം ദ ലെയർ ഓഫ് ലിനൻ. ഏറ്റവും അടിയിൽ ഒരു ലിനൻ്റെ തുണിയുണ്ട്. ആൻഡ് അണ്ടർ ഇറ്റ് എമർജ്ഡ് എ മിസ്സിങ് ഇൻസ്റ്റാൻറ്റ്. അതിൻ്റെ താഴെയുണ്ട് ആ മിസ്സിങ് ഇൻസ്റ്റാൻറ്റ് അവിടെ ഇരിക്കുന്നു. ഗൂസ് ആൻഡ് ഓൾ, വാർത്തയും എല്ലാം ഉണ്ട്. കിരൺ സ്റ്റുഡ് ഹെൽപ്ലെസ്ലി വിത്ത് ദ ഇൻസ്റ്റാൻറ്റ് പാസ്. കിരൺ ആണെങ്കിൽ ആ ഇൻസ്റ്റാൻറ്റും എടുത്തുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത നിന്ന് പോയി. ബിഹൈൻഡ് കിരൺ സ്റ്റുഡ് നീലകണ്ഠ, ഷോക്ക്ഡ് ആസ് ഇഫ് ഹി വാസ് ഹിറ്റ് ബൈ എ ഹെവി ഹാമർ ഓൺ ഹിസ് ഹെഡ്. തൊട്ട് പുറകെ നോക്കിയിരിക്കുകയായിരുന്നു. അവരറിഞ്ഞില്ല കിരൺ വന്ന് നിന്ന്. കിരൺ സ്റ്റുഡ് നീലകണ്ഠ. ബിഹൈൻഡ് കിരൺ സ്റ്റുഡ് നീലകണ്ഠ. കിരണിൻ്റെ പുറകിൽ നീലകണ്ഠൻ നിൽപ്പുണ്ട്. പടത്തിൽ കാണാമല്ലോ അത്. ഷോക്ക്ഡ് ആസ് ഇഫ് ഹി വാസ് ഹിറ്റ് ബൈ എ ഹെവി ഹാമർ ഓൺ ഹിസ് ഹെഡ്. തൻ്റെ തലയ്ക്ക് ഒരു ചുറ്റുകൊണ്ട് അടിക്കുന്ന പോലെയാണ് തോന്നിയത്. ഹിസ് ലാസ്റ്റ് ഹോപ്പ് ഓഫ് പ്രൂവിങ് ഹിം നോട്ട് എ തീഫ് ഹിറ്റ് ദ ഡസ്റ്റ്. അവൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഹോപ്പ് ഓഫ് പ്രൂവിങ് ഹിം നോട്ട് എ തീഫ്. കള്ളനല്ല എന്ന് തെളിയിക്കണമെന്നുള്ള അവൻ്റെ ആഗ്രഹം അതങ്ങ് വെറുതെ. ആക്ച്വലി ഹി ടുക്ക് ദ ഇൻസ്റ്റാൻറ്റ് ആസ് എ റിവെഞ്ച് ടു ത്രോ ഇറ്റ് ഇൻ ദ റിവർ. ശരിക്കും അവനത് എടുത്തത് അവൻ്റെ പ്രതികാരത്തിൻ്റെ ഭാഗമായത് ആറ്റിലേക്ക് എറിഞ്ഞു കളയാൻ എടുത്താണ്, നദിയിലേക്ക് എറിഞ്ഞു കളയാൻ എടുത്താണ്. നൗ ദർ വാസ് നോ വേ ടു കൺവിൻസ് ഹിസ് മിസ്ട്രസ്. ഇത് പറയാൻ മിസ്ട്രസിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊരു വഴിയില്ല ഇനി. ഹീ സംഹോ മാനേജ് ടു ലീവ് ദ റൂം വിതൗട്ട് കിരൺ നോട്ടീസ് ഹിം. കിരണിനെ കാണാതെ അവർ സാവധാനം പുറത്തോട്ടിറങ്ങാൻ ശ്രമിച്ചു. ഹീ സംഹോ മാനേജ് ടു ലീവ് ദ റൂം വിതൗട്ട് കിരൺ നോട്ടീസിങ് ഹിം. എങ്ങനെയോ അവൻ പുറത്തിറങ്ങി, കിരൺ കണ്ടില്ല. കിരൺ വിത്ത് ഡീപ് സായ്. കിരണാണ് ദീർഘമായി നിശ്വസിച്ചു. പ്ലേസ് ദം ബാക്ക് ഇൻ ദ ബോക്സ് വെൽ. വീണ്ടും എല്ലാം ബോക്സിലേക്ക് വെച്ചു. ഗിഫ്റ്റ് ഓൺ ദി ടോപ്പ് ഓഫ് ഓൾ. എല്ലാത്തിനും മുകളിൽ ഇവൾ കൊണ്ടുവന്ന ഗിഫ്റ്റും വെച്ചു. ആൻഡ് ക്ലോസ് ദ ബോക്സ്. ബോക്സ് അടച്ചു. ദ നെക്സ്റ്റ് ഡേ ദ ബോയ് വാസ് നോവർ ടു ബി ഫൗണ്ട്. പിറ്റേ ദിവസം ഈ പയ്യനെ എവിടെയും കണ്ടില്ല. ഹി വാസ് നോവർ ടു ബി ഫൈൻഡ്. അവനെ എവിടെയും കണ്ടില്ല, ഒരിടത്തും നോക്കിയിട്ട് കണ്ടില്ല. ഈവൻ ദി പോലീസ് കുഡ് നോട്ട് ഫൈൻഡ് ഹിം. പോലീസുകാർക്ക് പോലും കണ്ടെത്താനായില്ല. ശരത് അർജ് ഫോർ സെർച്ചിങ് ഹിസ് ബോക്സ്. ശരത് പറഞ്ഞു നമുക്ക് അവൻ്റെ ബോക്സൊക്കെ നോക്കാം, ടു നോ മോർ അബൌട്ട് ഹിം, അവനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട്. ബട്ട് കിരൺസ് റെഫ്യൂസൽ ഫോഴ്സ്ഡ് ഹിം ടു വിത്ഡ്രൂ. പക്ഷേ കിരണിനെ സമ്മതിച്ചില്ല. അവസാനം അവൻ തിരിച്ചുപോയി, പെട്ടി നോക്കിയില്ല. ഷീ ടുക്ക് ദ മിസ്സിങ് തിങ്സ്. നഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്തു, മിസ്സിങ് തിങ്സ് എല്ലാം എടുത്തു. ആൻഡ് ത്രോ ദം ഇൻ ദ റിവർ. മിസ്സിങ് തിങ്സ് എന്തൊക്കെയാണ്? ഇങ്ക് ബോട്ടൊക്കെ അതെല്ലാം എടുത്തു, നദിയിലെടുത്തു. ദോ ദ ഫാമിലി റിട്ടേൺ ടു ദർ ഓൺ ഹോം. കുടുംബം അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയെങ്കിലും നീലകണ്ഠ സ്റ്റാർവിങ് മോങ്കർ, നീലകണ്ഠൻ്റെ സ്റ്റാർവിങ് പട്ടിണി കിടക്കുന്ന തെരുവുനായ ഉണ്ടല്ലോ, പ്രോൾഡ് അലോങ് ദ റിവർ. അത് ഇരതേടി പതുങ്ങി നടന്നു. പ്രോൾഡ് മീൻസ് ഇരതേടി നടന്നു. അലോങ് ദ റിവർ ബാങ്ക്, നദിക്കരയിലൂടെ. ദ ഹാർട്ട് ബ്രേക്കിംഗ് വൈൻസ്. ഹാർട്ട് ബ്രേക്കിംഗ് വൈൻസ് ഉണ്ടായിരുന്നു. വൈൻസ് മീൻസ് പിറുപിറുക്കൽ. ഹാർട്ട് ബ്രേക്ക്, ഹൃദയം പൊട്ടിക്കുന്ന തരത്തിലുള്ള പിറുപിറുക്കലുമായിട്ട് പട്ടിയെ ഇവിടെ ഈ തീറ്റ ഇര തേടി നടന്നു.